അമേരിക്കൻ സൈനിക ചരിത്രത്തിലെയും നയതന്ത്ര ബന്ധങ്ങളിലെയും ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിൽ ഒന്നിനെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തെ അതിജീവിച്ച ഒരു മുൻ സൈനികന്റെ പ്രതിഷേധം ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. 1967 നടന്ന കുപ്രസിദ്ധമായ ലിബർട്ടി ആക്രമണത്തെ അതിജീവിച്ച ഫിൽ ടൂർണി എന്ന മുതിർന്ന സൈനികനാണ് ജൂലൈ 4 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പതാക പരസ്യമായി കത്തിച്ച് രംഗത്തെത്തിയത്. അമേരിക്കൻ രാഷ്ട്രീയത്തെയും ഇസ്രായേൽ അനുകൂല ലോബികളെയും ഒരേ സമയം ഉലയ്ക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സ്ഫോടനാത്മകമായ നീക്കം. താൻ ഇസ്രായേൽ പതാകയ്ക്ക് തീയിടുന്ന ദൃശ്യങ്ങൾ ഫിൽ ടൂർണി ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്യപ്പെടുത്തുകയായിരുന്നു. പതാക കത്തിയെരിയുമ്പോൾ ഇസ്രായേലിനെതിരെയും അമേരിക്കൻ കോൺഗ്രസിലെ ഇസ്രായേൽ അനുകൂലികളായ ജനപ്രതിനിധികൾക്കെതിരെയും കടുത്ത ഭാഷയിലുള്ള ആക്രോശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇസ്രായേൽ എന്ന രാജ്യം മുൻപ് തങ്ങളെ ക്രൂരമായി വേട്ടയാടിയിട്ടും ഇന്ന് വാഷിംഗ്ടണിലെ ഭരണാധികാരികൾ സ്വന്തം രാജ്യത്തേക്കാൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആക്ഷേപം. വാഷിംഗ്ടണിലെ ജനപ്രതിനിധികൾക്കും നിയമനിർമ്മാതാക്കൾക്കും നേരെ തികച്ചും അക്രമാസക്തമായ ഭാഷയിലാണ് ഈ മുൻ സൈനികൻ സംസാരിച്ചത്. അമേരിക്കൻ ജനതയുടെ നികുതി പണവും രാജ്യത്തിന്റെ സുരക്ഷാ ആസ്തികളും ഇസ്രായേലിന്റെ ദേശീയ താല്പര്യങ്ങൾക്കായി വകമാറ്റുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെക്കാൾ മറ്റൊരു വിദേശ രാജ്യത്തിന്റെ അജണ്ടകൾക്ക് മുൻഗണന നൽകുന്ന നിയമനിർമ്മാതാക്കളുടെ നിലപാടിനെതിരെ അദ്ദേഹം കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഫിൽ ടൂർണിയുടെ ഈ കടുത്ത പ്രതിഷേധം പുറത്തു വന്നതോടെ 6.5 പതിറ്റാണ്ടോളം പഴക്കമുള്ള അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും വലിയ സൈനിക തർക്കങ്ങളിലൊന്നാണ് വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത്. 1967 പ്രശസ്തമായ 6 ദിന യുദ്ധത്തിനിടയിലാണ് അമേരിക്കൻ നാവികസേനയുടെ ചാരക്കപ്പലായ ലിബർട്ടിക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണം ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ചുണ്ടായ അധാരണമായ ദുരന്തത്തെയാണ് ഈ പ്രതിഷേധം വീണ്ടും ഓർമ്മിപ്പിച്ചത്. അന്ന് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും ടോർപിഡോ ബോട്ടുകളും ചേർന്ന് നടത്തിയ ആ വിനാശകരമായ ആക്രമണത്തിൽ 34 അമേരിക്കൻ സൈനികരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന 174-ലധികം നാവികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അന്നത്തെ ആ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നും അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് ഇപ്പോൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഫിൽ ടൂർണി. അന്ന് ആക്രമണം നടന്നയുടൻ തന്നെ ഇസ്രായേൽ ഭരണകൂടം അതൊരു അബദ്ധം മാത്രമായിരുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അമേരിക്കൻ കപ്പലാണെന്ന് തിരിച്ചറിയാതെ അത് ഈജിപ്തിന്റെ ശത്രു കപ്പലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രായേലിന്റെ ഔദ്യോഗിക വിശദീകരണം. ഈ വിശദീകരണം പിന്നീട് വന്ന പല അമേരിക്കൻ സർക്കാരുകളും ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫിൽ ടൂർണിയെ പോലെയുള്ള ലിബർട്ടിയിലെ അതിജീവിച്ച സൈനികർ ഇസ്രായേലിന്റെയും അമേരിക്കൻ സർക്കാരിന്റെയും ഈ ഔദ്യോഗിക വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് തികച്ചും ആസൂത്രിതമായ ഒരു ആക്രമണമായിരുന്നു എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അമേരിക്കൻ പതാക വ്യക്തമായി ഉയർത്തിയിട്ടും തങ്ങൾ ആരാണെന്ന് ഇസ്രായേൽ പൈലറ്റുമാർക്ക് നന്നായി അറിയാമായിരുന്നിട്ടും തങ്ങളെ കൊന്നൊടുക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്നു എന്നാണ് ടൂർണി വർഷങ്ങളായി ബാധിക്കുന്നത്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാലമായി അമേരിക്കൻ നാവികസേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി വാഷിംഗ്ടണിൽ നിരന്തരം പോരാടുന്നുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്ന ഭയത്താൽ അമേരിക്കൻ ഭരണകൂടങ്ങൾ ഇപ്പോഴും ഈ സംഭവത്തെ മൂടിവെക്കാനാണ് ശ്രമിച്ചത്. സ്വന്തം സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം കാണിക്കുന്ന ഈ വലിയ അവഗണനയാണ് ഇപ്പോൾ ടൂർണിയെ ഇത്തരം ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ജൂലൈ 4 സ്വാതന്ത്ര്യ ദിനത്തിൽ അമേരിക്കൻ ജനത തങ്ങളുടെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഫിൽ ടൂർണി ഇത്തരം ഒരു വീഡിയോ പുറത്തുവിട്ടത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകൾ ഈ നീക്കത്തെ കടുത്ത ഭാഷയിൽ അപലപിക്കുമ്പോൾ ഇസ്രായേലിന്റെ പല നയങ്ങളോടും വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ മുൻ സൈനികന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം കണ്ടത്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ ഇസ്രായേലിന് ലഭിക്കുന്ന അന്ധമായ പിന്തുണയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ഇസ്രായേൽ ലോബികൾക്കെതിരെ പരസ്യമായി സംസാരിക്കാൻ പല പ്രമുഖ നേതാക്കളും ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു മുൻ സൈനികൻ തന്റെ ജീവിതാനുഭവങ്ങൾ മുൻനിർത്തി ഈ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും. ലിബർട്ടി ആക്രമണത്തിൽ മരിച്ച ധീരരായ സൈനികരുടെ ഓർമ്മകളെ അപമാനിക്കുന്ന രീതിയിലാണ് നിലവിലെ പല രാഷ്ട്രീയ തീരുമാനങ്ങളും മുന്നോട്ട് പോകുന്നതെന്ന് ടൂർണി തന്റെ വീഡിയോയിൽ ആരോപിക്കുന്നു. സ്വന്തം നാവികരെ കൊന്നൊടുക്കിയ ഒരു രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം നൽകുന്നത് തുടരുന്നതിലെ ധാർമ്മികതയെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു.
ഈ വൈകാരികമായ ചോദ്യങ്ങൾ പല സാധാരണക്കാരായ അമേരിക്കക്കാരുടെയും ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിന്മേലുള്ള കനത്ത നിരീക്ഷണങ്ങൾക്ക് വീണ്ടും കാരണമാകും. മിഡിൽ ഈസ്റ്റിൽ നിലവിൽ കടുത്ത സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ മുൻകാല സൈനിക നടപടികൾ വീണ്ടും ചർച്ചയാകുന്നത് നയതന്ത്ര വൃത്തങ്ങളിൽ അവർക്ക് വലിയ പ്രതിരോധം സൃഷ്ടിക്കും. ഇസ്രായേൽ വിരുദ്ധ വികാരം അമേരിക്കൻ മണ്ണിൽ പടരുന്നതിന്റെ മറ്റൊരു തെളിവായി ഇത് മാറുകയാണ്. ഒരു പതാക കത്തിക്കൽ എന്നതിനപ്പുറം ദശാബ്ദങ്ങളായി മൂടിവെക്കപ്പെട്ട ഒരു വലിയ ചരിത്ര സത്യത്തിന്മേലുള്ള ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കലാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ഫിൽറ്റൂർണിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തങ്ങളുടെ പോരാട്ടം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരല്ല, മറിച്ച് സ്വന്തം സൈനികരെ വഞ്ചിക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെയാണെന്ന് അവർ പറയുന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ടെഹ്റാനിലെയും പസഫിക്കിലെയും കടുത്ത അന്താരാഷ്ട്ര ചലനങ്ങൾക്കിടയിൽ അമേരിക്കയുടെ ആഭ്യന്തര മണ്ണിൽ നിന്നും ഉയർന്ന ഈ മുൻ സൈനികന്റെ ശബ്ദം കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. 6 ദിന യുദ്ധത്തിന്റെ ആ പഴയ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്നും അതേത് നിമിഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ കനത്ത വിള്ളലുകൾ വീഴ്ത്താൻ പോകുന്നതാണെന്നും ഈ സംഭവം തെളിയിക്കുന്നു. വരും ദിവസങ്ങളിലെ US രാഷ്ട്രീയ ചർച്ചകളിൽ ഈ വിഷയം വലിയൊരു തർക്ക വിഷയമായി അവശേഷിക്കുമെന്ന് ഉറപ്പാണ്.